പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. അമേരിക്കൻ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ ഇറാൻ വ്യോമാക്രമണം നടത്തി. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, അങ്ങനെ ഇപ്പോൾ ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. വീണ്ടും പശ്ചിമേഷ്യ അശാന്തമാകുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അരുണിമ, നേരത്തെ തെക്കൻ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടി എന്നോളമാണ് ഇപ്പോൾ GCC രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ബഹ്റൈനിലെ US 5th ഫ്ലീറ്റിലെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതായും ജോർദാനിലെ ഒരു വ്യോമത്താവളത്തെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേറ്റ് IRGC വ്യക്തമാക്കുന്നു എന്നതാണ്. IRGC പറയുന്നത് ഇറാന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തങ്ങളുടെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നതാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് IRGC പറയുന്നത്. നേരത്തെ തെക്കൻ ഇറാനിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തുടർച്ചയെന്നോ അല്ലെങ്കിൽ മറുപടി എന്നോളമാണ് ഇറാൻ തങ്ങൾ പ്രത്യാക്രമണം നടത്തിയെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. തിങ്കളാഴ്ചയോടെയായിരുന്നു ഹോർമുസ് കടലിടുക്ക് മുകളിൽ ഇറാൻ സൈന്യം US-ന്റെ അപ്പാച്ചെ വിമാനം വെടിവെച്ചിട്ടത്. ഇതിൽ സൈനികരെല്ലാം സുരക്ഷിതമാണെന്ന് കൂടി കഴിഞ്ഞ ദിവസം ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ വ്യക്തമായ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ ഇറാൻ നൽകുന്നുണ്ട്. തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നും ആക്രമണത്തിൽ പ്രത്യാക്രമണമാണ് മറുപടി എന്നുമാണ് ഇറാൻ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ തങ്ങൾക്ക് അതിർത്തിക്ക് സമീപമുള്ള വിദേശ സേനകളോട് പിന്തിരിഞ്ഞു പോകണം അല്ലെങ്കിൽ അവിടുന്ന് പിന്മാറണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. അത് തങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയല്ല, ഈ വിദേശ സേനയുടെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സുരക്ഷ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകുന്നത് എന്നതാണ് ഇറാൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. വിദേശ സേനകൾ മേഖല വിടണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അപകട സാധ്യത കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരം വിദേശ സേനകൾ തങ്ങളുടെ അതിർത്തിയിൽ നിന്നും പിന്മാറുന്നതാണ് എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാച്ചി മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഒരു ഭാഗത്ത് ആക്രമണവും മറ്റൊരു ഭാഗത്ത് പ്രത്യാക്രമണവും നടക്കുകയാണ്. തെക്കൻ ഇറാനിൽ നേരത്തെ US നടത്തിയ അപ്പാച്ചി വിമാനം തകർത്തതിന് പ്രതികാരമായി അല്ലെങ്കിൽ പ്രത്യാക്രമണവുമായി നേരത്തെ തെക്കൻ ഇറാനിൽ അമേരിക്ക നടത്തിയ വ്യോമ അല്ലെങ്കിൽ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് GCC രാജ്യങ്ങളിലെ കുവൈത്ത് അടക്കമുള്ള ബഹ്റൈൻ അടക്കമുള്ള US-ന്റെ വ്യോമത്താവളങ്ങളിലേക്ക് തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. 21-ലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നതാണ് ഇറാൻ നൽകുന്ന ഒരു റിപ്പോർട്ട് എന്നത്. അതേസമയം തന്നെ വ്യക്തമായ മുന്നറിയിപ്പും കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തങ്ങളുടെ അതിർത്തിയിൽ നിന്നും വിദേശ സേനകൾ പിരിഞ്ഞു പോകണമെന്നതാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. അരുണിമ, ശരി, വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾക്കൊക്കെ മുൻതൂക്കം നൽകിയ അമേരിക്ക തന്നെയാണ് ഇറാനെ ആക്രമിച്ചത്. ഇപ്പോൾ അതിൻ്റെ പ്രത്യാക്രമണമായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്കും തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. അപ്പാച്ചെ വിമാനം തകർത്തതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചതെന്നൊരു വിശദീകരണമായിരുന്നു അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇറാൻ ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇപ്പോഴിതാ അമേരിക്കയെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.